ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഗാർഡനിൽ പുതിയതായിട്ട് വിരിഞ്ഞ കുറച്ച് അഡീനിയം പൂക്കളാണ്. പുതിയതായിട്ടല്ല, ഒരുപാട് വർഷം പഴക്കമുള്ള ചെടികളാണ് എൻ്റേത്. ഇതിൽ നിന്നും ഒരുപാട് തണ്ടുകളെടുത്ത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും സക്സസ് ആയിട്ടില്ല. എല്ലാ ചെടികളിൽ നിന്നും, ഈ 3 ചെടികളിൽ നിന്നും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും പിടിച്ച് കിട്ടിയിട്ടില്ല. പുതിയ പ്ലാന്റ്സ് ഞാൻ വീണ്ടും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ചുകൂടെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മഴ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കണം എല്ലാ ചെടികളും. ഈ ചെടികളെല്ലാം ഞാൻ 1.5 മാസം മുമ്പൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിൽ നല്ലപോലെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയത്. പിന്നെ ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഞാൻ കുറച്ച് ചെടികൾ തൈകളെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ഹെൽത്തി ആയതിന് ശേഷം ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ ഈ ചൂട് സമയത്ത് ഇത് കട്ട് ചെയ്യുന്നത് നല്ലതായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞു തൈകൾക്ക് ആയിട്ട് ഇന്ന് കുറച്ചൊരു വളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഏകദേശം 1 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എപ്സം സാൾട്ടും DAP ആണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞു തൈകൾക്കെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എപ്സം സാൾട്ട് ഒഴിക്കുമ്പോൾ കുറച്ച് ഗ്രോത്ത് വേഗത്തിലാവുമല്ലോ, അതുമല്ല ഫ്ലവറിങ്ങും ആകും. ഫ്ലവറിങ് ആയതിന് ശേഷം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നല്ല വെറൈറ്റി വല്ലതും പിടിച്ച് കിട്ടിയാലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. കിട്ടാറുണ്ട് പലർക്കും അങ്ങനെ. നാടൻ സീഡിൽ നിന്ന് ഒരുപാട് വലിയ വെറൈറ്റി ഒന്നും ഇല്ലെങ്കിൽ കളർ ചേഞ്ചൊക്കെ ആയി കിട്ടാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ അതിനായിട്ട് കുറച്ച് പ്ലാന്റ്സ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെ പൂക്കൾ വന്നതായിരുന്നു. നേരത്തെ ഞാൻ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ലേ, അതെല്ലാം പൂക്കൾ വന്നിട്ടുള്ളതായിരുന്നു. അതെല്ലാം സിംഗിൾ പെറ്റലിൻ്റെ നമ്മുടെ സാധാ പിങ്ക് ഫ്ലവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇനിയും കുറച്ച് തൈകൾ റെഡിയായി നിൽപ്പുണ്ട്. ഇതേപോലെ ഇത്രയൊക്കെ ഹെൽത്തി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആയിട്ട് കിട്ടുമെങ്കിൽ ഗ്രാഫ്റ്റിങ് ചെയ്യുന്നതിന് നല്ലതാണല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടം, എനിക്ക് തോന്നുന്നു ഈ സിംഗിൾ പെറ്റൽസിൻ്റെ തന്നെ ഫ്ലവേഴ്സ് ആണെന്ന് തോന്നുന്നു. അതിങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ വിടരുന്ന നല്ല ഭംഗിയുണ്ട്. അഥവാ സക്സസ് ആയില്ലെങ്കിൽ ഞാൻ അവയെ അങ്ങനെ തന്നെ നിർത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരുപാട് പൂക്കളുടെ ഒരു അഡീനിയത്തിൻ്റെ ഒരു നല്ല തോട്ടം ഉണ്ടാക്കാമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കുന്നുണ്ട്. അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ അവയുടെ നാടൻ ചെടികളുടെ വലിയൊരു പൂന്തോട്ടം ഉണ്ടാക്കും. അപ്പം തുടർന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് നോക്കിയാൽ കാണാം ഇതിൻ്റെ അവസ്ഥയൊക്കെ എന്താകുമെന്ന്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആകുകയാണെങ്കിൽ ഇതെല്ലാം ഞാൻ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വേറെ ചാനലുണ്ടായിരുന്നെന്ന്. അപ്പോൾ അതിൽ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 1 വർഷത്തോളമായി ഞാൻ അതിലൊന്നും ചെടികൾ ഇട്ടിട്ടില്ല. കുറച്ച് അഗ്ലോണിമ ചെടികളൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അഡീനിയത്തിൻ്റെ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയിലും സീഡായിട്ടുണ്ട്, നാടൻ വെറൈറ്റിയിലും ഉണ്ട്. അപ്പോൾ അതെല്ലാം വീണ്ടും പാകി എടുത്ത് കിളിർപ്പിച്ച് നോക്കണം. നല്ല വെറൈറ്റി വല്ലതും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമുക്കാക്കി എടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫ്റ്റിങ് തുടരാം. അതും സക്സസ് ആയില്ലെങ്കിൽ നമ്മുടെ നാടൻ ചെടികൾ തന്നെ ഇങ്ങനെ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാനിത് ആദ്യം ചെടിയൊന്നും നല്ലതുപോലെ ചുവട് നനച്ച് കൊടുത്തതിന് ശേഷമാണ് ഈ വളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ചൂട് സമയമില്ലേ, അപ്പം ഈ സമയത്ത് നമ്മൾ കെമിക്കലായാലും ഓർഗാനിക് ഫെർട്ടിലൈസർ ആയാലും നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് ചെടിയുടെ ചുവടൊന്ന് നനച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.